21 മിനിറ്റ് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. എന്നാൽ അത് ധാരാളമായിരുന്നു. അമിത്ഷാ അടക്കമുള്ള തലപ്പൊക്കമുള്ള നേതാക്കളെ അടിച്ചിരുത്തിയും പിന്നാലെ അവരെ പൊട്ടിച്ചിരിപ്പിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. സമീപകാലത്ത് ലോക്സഭ സാക്ഷ്യം വഹിച്ച ഏറ്റവും മികച്ച പ്രസംഗമായിരുന്നു അതെന്ന് മാധ്യമങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. അത്രമാത്രം കാമ്പുള്ള ആശയങ്ങളാണ് പ്രിയങ്ക ഗാന്ധി പങ്കുവച്ചത്. പ്രിയങ്കയെ സംബന്ധിച്ച് ഇപ്പോഴും അവർ പാർലമെന്റിൽ പുതുമുഖമാണ്. ഏറെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടായിട്ടും വർഷങ്ങളാണ് അവർ പാർലമെന്റിന് പുറത്ത് പ്രവർത്തിച്ചത്. പിന്നാലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക മത്സരിക്കുന്നതും MP ആകുന്നതും. തലപ്പൊക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ അതിപ്രസരമുള്ള പാർലമെന്റിൽ പക്ഷേ അതിന്റെ സഭാകമ്പമൊന്നും പ്രിയങ്കയ്ക്കില്ല. അത് അവരുടെ വിഷയങ്ങളിലെ അവതരണം കേൾക്കുന്ന ആർക്കും തന്നെ മനസ്സിലാകും. മറ്റ് പ്രതിപക്ഷ MP-മാരെ പോലെ കാടടച്ച് വെടിപൊട്ടിക്കുന്ന ശൈലിയല്ല പ്രിയങ്കയുടേത്. മറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിച്ചാണ് അവർ അവതരിപ്പിക്കുന്നത്. നെഹ്റു പാരമ്പര്യത്തെ ഉദ്ധരിച്ചും ഭരണപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചും സ്ത്രീകളുടെ സംവരണത്തെയും മണ്ഡല പുനർനിർണയത്തെയും കുറിച്ച് സംസാരിച്ചാണ് പ്രിയങ്ക 21 മിനിറ്റിൽ നിറഞ്ഞാടിയത്. മണിക്കൂറുകളൊന്നും വേണ്ട, മറിച്ച് പറയാനുള്ള കാര്യം വ്യക്തവും സ്പഷ്ടവുമായി ചുരുക്കി അവതരിപ്പിക്കുന്ന പുതിയ ശൈലിക്ക് കൂടിയാണ് പാർലമെന്റിൽ പ്രിയങ്കയിലൂടെ തുടക്കമിട്ടത്. സൗമ്യതയും വ്യക്തമായ വിമർശനങ്ങളും കൃത്യമായി പ്രിയങ്ക അവതരിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളില്ലാതെ പുഞ്ചിരിയോടെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പ്രിയങ്കയുടെ വിമർശനങ്ങൾ കേട്ട് ചിരിച്ചുപോയി. ആത്മവിശ്വാസത്തോടെയുള്ള അവതരണത്തിന് പിന്നിൽ ശ്രദ്ധാപൂർവമായ തയ്യാറെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. ഭൂതകാലത്തിലെ പിഴവുകൾ എടുത്തു കാണിക്കാൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പലപ്പോഴും ഭരണപക്ഷം ഉദ്ധരിക്കുന്നതിനെ അവർ പ്രസംഗം ആരംഭിക്കുമ്പോൾ പരിഹസിച്ചു. ഭരണപക്ഷത്തിന് സ്വീകാര്യമായ ഒന്നല്ലെങ്കിലും ഇതിന് ഒരു ചരിത്രപരമായ പശ്ചാത്തലം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 1928 മോത്തിലാൽ നെഹ്റു 19 മൗലിക അവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചതായി ചരിത്രരേഖകൾ സഹിതം പ്രിയങ്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1931 സർദാർ പട്ടേലിന്റെ അധ്യക്ഷതയിൽ കറാച്ചിയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. കറാച്ചി സമ്മേളനത്തിൽ ഈ പ്രമേയം പാസാക്കുകയും സ്ത്രീകളുടെ തുല്യാവകാശങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അതേസമയം ഒരു വോട്ട് ഒരു പൗരൻ ഒരു മൂല്യം എന്ന തത്വവും രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം അവകാശങ്ങൾ നേടിയെടുക്കാൻ വളരെ കൂടുതൽ സമയമെടുത്തെന്നും ഇന്ത്യയുടെ ആദ്യകാല ചുവടുകൾ അതുല്യമാണെന്നും പ്രിയങ്ക സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വരാൻ പോകുന്ന മണ്ഡല പുനർനിർണയ നടപടി ഭരണകക്ഷിക്ക് അനുകൂലമാണെന്ന് പ്രതികരിച്ച പ്രിയങ്ക അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കിയാൽ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാകുമെന്ന് സ്ഥാപിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട്. രാജ്യത്തെ വനിതകൾക്കായി പ്രിയങ്ക ശബ്ദമുയർത്തുമ്പോൾ പക്ഷേ പ്രിയങ്കയ്ക്ക് ചുറ്റുമിരുന്ന് പ്രസംഗം കേട്ടവരിൽ ഏറിയ പങ്കും പുരുഷ MP-മാരാണെന്നതും കൗതുകമായി. സൺസെറ്റ് TVയുടെ ലൈവ് ടെലികാസ്റ്റിംഗിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ദീപീന്ദർ ഹൂഡ, ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, കിരൺ കുമാർ ചാമല, രാഹുൽ കസ്വ തുടങ്ങിയ MP-മാരാണ് പാർലമെന്റിൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അമിത്ഷായെ പുരാതന തത്വചിന്തകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ ചാണക്യൻ എന്നാണ് പ്രിയങ്ക പരാമർശിച്ചത്. സഭയിൽ ഇത് ചിരി പടർത്തിയപ്പോൾ ഒപ്പം ചിരിക്കാൻ അമിത്ഷായും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം പൂർണ്ണമായ തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചാണക്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇത്തരം നീക്കങ്ങൾ കണ്ട് കണ്ണു തള്ളുമായിരുന്നു എന്നൊക്കെ പ്രിയങ്ക പറഞ്ഞതോടെ ചിരി പാർലമെന്റിൽ ഉച്ചത്തിൽ മുഴങ്ങി. പിന്നാലെ പല പ്രതിപക്ഷ MP-മാരും പ്രിയങ്ക ഗാന്ധിയെ അവരുടെ പ്രസംഗത്തിന് ശേഷം നേരിട്ടും ഫോണിലൂടെയും അഭിനന്ദിച്ചു. അതിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രസംഗം ആരംഭിക്കുമ്പോൾ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് എത്തിച്ചേരുകയായിരുന്നു. ഈ രീതിയിൽ മുന്നോട്ടു പോകുവാൻ പ്രിയങ്കയെ രാഹുൽ ഉപദേശിക്കുകയും ചെയ്തു.